നമസ്കാരം. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ ഉയർന്നു വന്ന ഒരു വലിയ നിഴലായിരുന്നു ആതിഖ് അഹമ്മദ് എന്ന പേര്. പ്രയാഗ്രാജ്, പഴയ അലഹബാദ് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഈ ഒരു അധോലോക ശൃംഖല വെറും ഒരു ക്രിമിനൽ സംഘം മാത്രമായിരുന്നില്ല. പകരം നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ തങ്ങളുടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു അധോലോക ശക്തിയായിരുന്നു. വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുക, ഭൂമി കയ്യേറുക, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുക തുടങ്ങിയ തന്ത്രങ്ങളിലൂടെയാണ് ഈ ഒരു സാമ്രാജ്യം അതിവേഗം വളർന്നു വന്നത്. വർഷങ്ങളോളം ഇവർക്ക് മുന്നിൽ എതിർത്തു നിൽക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടുമില്ല. പോലീസും അന്വേഷണ ഏജൻസികളും പോലും പലപ്പോഴും നിസ്സഹായരായി നോക്കി നിന്നു. സാധാരണ ജനങ്ങൾ ഭയത്തോടെ മാത്രം ഓർക്കുന്ന ഒരു അന്തരീക്ഷമാണ് അക്കാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഏതൊരു ഭീകര സാമ്രാജ്യത്തിനും ഒരു അവസാനമുണ്ട് എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് സമീപകാല സംഭവ വികാസങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറിയത്. 2017 BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്തെ ക്രമസമാധാന നയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. കുറ്റകൃത്യങ്ങളോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത നയം ഭരണകൂടം സ്വീകരിച്ചു. പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ക്രിമിനൽ സംഘങ്ങളുടെ പട്ടിക തയ്യാറാക്കി അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു. ഇതോടെയാണ് വർഷങ്ങളായി നിയമത്തെ അധിക്ഷേപിച്ച് ജീവിച്ചിരുന്ന മാഫിയ സംഘങ്ങൾക്ക് മേൽ നിയമത്തിന്റെ ശക്തമായ കൈകൾ പതിക്കാൻ തുടങ്ങിയത്. ആതിഖ് അഹമ്മദിന്റെ അധോലോക ശൃംഖലയുടെ ഓരോ ശാഖകളും ഒന്നൊന്നായി തകരാൻ തുടങ്ങി. സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിനായി ഗാങ്സ്റ്റർ ആക്ട് പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത്. അനധികൃതമായി നിർമ്മിച്ച താവളങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തതോടെ ഇവരുടെ താവളങ്ങൾ നഷ്ടപ്പെട്ടു. ഒളിവിലായിരുന്ന പല പ്രമുഖ കുറ്റവാളികളും പിടിയിലാകുകയും അല്ലെങ്കിൽ നിയമത്തിനു മുന്നിൽ കീഴടങ്ങാൻ നിർബന്ധിതരാകുകയും ചെയ്തു. എന്നാൽ കേവലം നിയമപരമായ നടപടികൾ മാത്രമായിരുന്നില്ല ഈ കുടുംബത്തെ കാത്തിരുന്നത്. അടുത്തടുത്തതായി സംഭവിച്ച അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും അപകടങ്ങളും വലിയ തോതിലുള്ള ചർച്ചകൾക്കും ദുരൂഹതകൾക്കുമാണ് വഴി തുറന്നത്. ഒരു കാലത്ത് പ്രയാഗ്രാജിൽ ഭയം വിതച്ച കുടുംബത്തിലെ അംഗങ്ങൾ ഓരോരുത്തരായി ദുരൂഹമായ രീതിയിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് രാജ്യം കണ്ടത്. ഉമേഷ് പാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ആതിഖിന്റെ മകൻ അസദ് അഹമ്മദ് പോലീസുമായുള്ള എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവം മാഫിയ സംഘങ്ങൾക്കിടയിൽ വലിയ വിറയലാണ് സൃഷ്ടിച്ചത്. പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ആതിഖ് അഹമ്മദും സഹോദരൻ അഷ്റഫും അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് വൻ വാർത്താ പ്രാധാന്യം നേടി. സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ച് നടന്ന ഈ സംഭവം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ആതിഖിന്റെ മറ്റൊരു മകനായ അബാൻ അഹമ്മദ് ഝാൻസിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. പൂഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അതിവേഗത്തിലെത്തിയ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജയിലിൽ കഴിയുന്ന സഹോദരൻ അലി അഹമ്മദിനെ കാണാൻ പോകവെയാണ് ഈ അപകടമുണ്ടായത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഇത്തരം ദാരുണ സംഭവങ്ങൾ വെറുമൊരു യാദൃച്ഛികത എന്നതിലുപരി വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. കുറ്റവാളികൾ തറപറ്റിക്കപ്പെടുകയാണോ അതോ വിധി തന്നെ അവർക്ക് എതിരാവുകയാണോ എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. പ്രയാഗ്രാജ് കേന്ദ്രീകരിച്ച് ദശാബ്ദങ്ങളോളം പടർന്നു പന്തലിച്ച ആതിഖ് അഹമ്മദിന്റെ അധോലോക ശൃംഖല കേവലം ഒരു സാധാരണ കുറ്റകൃത്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. ഭൂമി കയ്യേറ്റം മുതൽ കരാറുകൾ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കലും, വ്യാപാരികളിൽ നിന്നുള്ള നിർബന്ധിത പണം പിരിക്കലും, വ്യവസായികളെയും രാഷ്ട്രീയ എതിരാളികളെയും നിശബ്ദരാക്കാൻ തുടങ്ങി. സമാന്തരമായ ഭരണകൂടത്തിന് സമാനമായ സംവിധാനമാണ് ഇയാൾ നഗരത്തിൽ നടത്തിപ്പോന്നത്. 500-ലധികം സായുധ അനുയായികളും വിപുലമായ സാമ്പത്തിക സ്രോതസ്സുകളും ഇയാളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി പ്രദേശത്തെ ഭൂമി ഇടപാടുകളിൽ നല്ലൊരു പങ്കും ആതിഖിന്റെ നിഴൽ സംഘങ്ങളുടെ അനുമതിയില്ലാതെ നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ 2017 സംസ്ഥാനത്ത് അധികാരമേറ്റ BJP സർക്കാർ പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന ഈ സമാന്തര വ്യവസ്ഥിതിയെ പൂർണ്ണമായും തച്ചുടയ്ക്കാനാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ച മാഫിയകളെ മണ്ണടിക്കും എന്ന നയം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നില്ല. പകരം സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിനും പോലീസിനും കൃത്യമായ ദിശാബോധം നൽകുന്ന സന്ദേശമായിരുന്നു അത്. ഭരണകൂടം നൽകിയ പിന്തുണയോടെ ഉത്തർപ്രദേശ് പോലീസ് പ്രത്യേക ദൗത്യ സംഘങ്ങളെ രൂപീകരിക്കുകയും അധോലോക ശൃംഖലകളുടെ വേരുകൾ ഓരോന്നായി കണ്ടെത്താൻ ആരംഭിക്കുകയും ചെയ്തു. അധോലോക സംഘത്തിന് എതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഏറ്റവും പ്രധാനം അവരുടെ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കുക എന്നതായിരുന്നു. BJP സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഗാങ്സ്റ്റർ ആക്ട് ഉപയോഗിച്ച് ആതിഖ് അഹമ്മദും അദ്ദേഹത്തിൻ്റെ സംഘവും അനധികൃതമായി സമ്പാദിച്ച 9,000-ലധികം കോടി രൂപയുടെ സ്വത്തുക്കളാണ് അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയത്. കൂടാതെ സർക്കാർ ഭൂമിയും സാധാരണക്കാരുടെ ഭൂമിയും ബലമായി കയ്യേറി നിർമ്മിച്ച വൻകിട കെട്ടിടങ്ങളും ഓഫീസുകളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി.
നിയമവിരുദ്ധമായി പണിതുയർത്തിയ ഇത്തരം നിർമ്മിതികൾ തകർത്തത് കുറ്റവാളികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇല്ലാതാക്കുക മാത്രമല്ല, അവർ സാധാരണക്കാരിൽ സൃഷ്ടിച്ചിരുന്ന ഭയത്തിന്റെ അന്തരീക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനും സഹായിച്ചു. കൂടാതെ വർഷങ്ങളായി വിവിധ കോടതികളിൽ വിചാരണ പൂർത്തിയാകാതെ കെട്ടിക്കിടന്ന കേസുകളിൽ അതിവേഗ നിയമ നടപടികളാണ് ഉണ്ടായത്. ഉമേഷ് പാൽ വധക്കേസ് ഉൾപ്പെടെയുള്ള സുപ്രധാന കേസിന്റെ അന്വേഷണം മുൻഗണനാ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. കൃത്യമായ തെളിവുകളുടെയും സുതാര്യമായ ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നെ മുന്നോട്ടു പോയത്. പ്രയോജനമില്ലാത്ത നടപടികൾക്ക് പകരം വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ ക്രിമിനൽ സംഘങ്ങൾക്ക് പരസ്യമായി പ്രവർത്തിക്കാനോ മുൻകാലങ്ങളിലെ പോലെ സ്വാധീനം ചെലുത്താനോ സാധിക്കാത്ത അവസ്ഥ വന്നു. ഈ ശക്തമായ നിലപാടുകൾ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റത്തിനാണ് വഴിവെച്ചത്. നിയമത്തെ ധിക്കരിക്കുകയും തങ്ങൾ നിയമത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന പ്രമുഖ കുറ്റവാളികൾക്കിന്ന് രക്ഷയില്ലാത്ത സ്ഥിതിയാണ് ഉത്തർപ്രദേശിലുള്ളത്. വ്യാപാരികൾക്ക് ഭയമില്ലാതെ ബിസിനസ് ചെയ്യാനും സാധാരണക്കാർക്ക് തങ്ങളുടെ സ്വത്തുക്കൾ സുരക്ഷിതമായി സംരക്ഷിക്കാനുമുള്ള അന്തരീക്ഷം നിലവിൽ വന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബങ്ങളെയും അധോലോക തലവന്മാരുടെയും ദാരുണമായ വീഴ്ച കുറ്റകൃത്യങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുന്ന പുതിയ തലമുറയ്ക്ക് നിയമവാഴ്ചയുടെ ശക്തി കാണിച്ചു കൊടുക്കുന്ന അനുഭവ പാഠമായി മാറി. ഝാൻസിയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അപകടം നടക്കുമ്പോൾ വാഹനം അമിത വേഗതയിലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനകളോ സാങ്കേതിക തകരാറുകളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഫോറൻസിക് സംഘം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുമുണ്ട്. അപകട സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. അനാവശ്യമായ ഊഹാപോഹങ്ങൾക്ക് വിരാമമിടാൻ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുക എന്നതിനാണ് ഉദ്യോഗസ്ഥർ മുൻഗണന നൽകുന്നത്. ഒരു കാലത്ത് നൂറുകണക്കിന് ആളുകൾ ചുറ്റും നടന്നിരുന്ന അധികാരം കയ്യാളിയിരുന്ന ഒരു കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ തികച്ചും ദയനീയമാണ്. കുടുംബത്തിലെ പ്രധാനികൾ കൊല്ലപ്പെടുകയോ ജയിലിലാക്കുകയോ ചെയ്തതോടെ സാമ്രാജ്യം പൂർണ്ണമായും അനാഥമായി കഴിഞ്ഞു. ജീവനോടെയുള്ള മറ്റു മക്കൾ വിചാരണ നേരിടുകയോ അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണ്. കുറ്റകൃത്യങ്ങളുടെയും ഭയത്തിലൂടെയും നേടിയെടുത്ത സ്വാധീനത്തിന് എത്രമാത്രം ആയുസ്സുണ്ടെന്ന വലിയ പാഠമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ഈ പതനം കേവലം ഒരു കുടുംബത്തിൻ്റെ മാത്രം കഥയല്ല, ഉത്തർപ്രദേശിലെ പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഭരണകൂടം നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. കുറ്റകൃത്യങ്ങളുടെയും അധോലോക പ്രവർത്തനങ്ങളുടെയും വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് തകർച്ച മാത്രമായിരിക്കുമെന്ന സത്യം ഇത് ഓർമ്മിപ്പിക്കുന്നു. വ്യക്തികളെക്കാളും സംഘങ്ങളെക്കാളും വലുതാണ് രാജ്യത്തെ ഭരണഘടനയും നിയമവും എന്ന് തെളിയിക്കാൻ സാധിച്ചു. ഭീഷണികളും പിരിവുകളും ഇല്ലാതായതോടെ പ്രയാഗ്രാജിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. മാഫിയ രാജ് അവസാനിച്ചതോടെ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം കൈവന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ കർശനമായ ക്രമസമാധാന നടപടികൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി വീണ്ടെടുക്കാനും സഹായിച്ചിട്ടുണ്ട്. അധോലോക നേതാക്കളുടെയും അവരുടെ അനുയായികളുടെയും കറുത്ത ദിനങ്ങൾ അവസാനിച്ചതോടെ പ്രയാഗ്രാജ് ശാന്തതയിലേക്ക് മടങ്ങുകയാണ്. അസ്വാഭാവികമായ വിധി തിരിച്ചടികളും ശക്തമായ ഭരണകൂട ഇടപെടലുകളും ചേർന്ന് ഒരു വലിയ ഭീകര സാമ്രാജ്യത്തിന് എന്നേക്കുമായി വിരാമമിട്ടിരിക്കുന്നു. സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കുന്ന ഒരു പുതിയ ഉത്തർപ്രദേശിൻ്റെ വളർച്ചയ്ക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.